തിരുവനന്തപുരത്ത് പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ മോഷണം പോയെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ദിവസത്തെ കളക്ഷൻ ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരുന്നു. ഈ തുകയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം നടന്നിരിക്കുന്നു. അതൊരു കൗതുകകരമായ കാര്യമാണല്ലോ. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് മോഷണം നടന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? മനു, ഇത് പുലർച്ചെയാണ് ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം പോയതായുള്ള വിവരം മനസ്സിലാകുന്നത്. ഈ ജയിൽ കഫ്റ്റീരിയയിൽ, അതായത് തിരുവനന്തപുരം പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നതായിട്ട് അറിയുന്നത്. 4 ലക്ഷത്തോളം രൂപ മോഷണം പോയി എന്നാണ് പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. ഈ 4 ലക്ഷത്തോളം രൂപ എന്ന് പറയുമ്പോൾ അത് 3 ദിവസത്തോളം വരുന്ന കളക്ഷൻ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് 3 ദിവസത്തെ കളക്ഷൻ ആയിരുന്നു ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരുന്നത് എന്ന വിവരവും അറിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഈ 3 ദിവസത്തെ കളക്ഷൻ മോഷണം പോയ ഇതിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. പൂജപ്പുര പോലീസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ തുക നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടന്നു വരികയാണ്. സമീപത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. നിലവിൽ അതായത് ഭക്ഷണശാലയ്ക്ക് അടുത്തായി CCTV ഒന്നും തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ളൊരു മോഷണം അത് എവിടെ നിന്ന് വന്ന ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്.